to know one another. So be patient. Fine. Amen. It is all about the worldwide body of Christ is all about having fellowship, loving each other, developing ourselves, and united in Christ to build the kingdom in a better way. That's right. Okay, cracking down all the divisions among us, trying to put everybody into one box, thinking about the kingdom. That's true. Pastor Alan, you can see him. He is from United States. We were together for some time now. So actually, we will talk about that later. So he's all in all of this worldwide body of Christ. This is a fellowship for pastors and ministries across the world to get connected for the kingdom's sake. So it's okay. We will go ahead. You can give your notes on English, where I will be translating into local language. Yeah. Pastor Kiran can catch English. Pastor Raju Manikala can catch English. Amen. Then Pastor Sam also can catch English. Giri also can catch, but few others I need to be in that spirit of interpreter. So no problem. We'll go ahead. That's good. Okay, thank you. Thank you. Oh, what a blessing it is to meet all of you today. ഇന്ന് രാത്രി നിങ്ങളെ എല്ലാം ഇങ്ങനെ കാണാനിടയായാൽ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട രാത്രിയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. There's nothing better than the body of Christ fellowshipping together. ദൈവത്തിന്റെ സഭയെന്ന് പറയുന്ന അല്ലെ ദൈവത്തിന്റെ ശരീരമാകുന്ന വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയില്ല. Yes. My name is Alan Bickle. I'm on the Council of Elders for the WBC. വേൾഡ് വൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന WBC എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പിന്റെ കൗൺസിൽ ഉള്ള എന്റെ പേര് അലൻ ബിക്കിൾ എന്നാണ്. I have known Stanley since I think November of 2020. Yes. 2020 ഞാനും സ്റ്റാൻലിയുമായിട്ട് ഒരു അടുത്ത ബന്ധത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഈ പറഞ്ഞ നമ്മുടെ ഡോണിന്റെ ആളായിരുന്നു അദ്ദേഹം. Okay, go ahead. Okay. Raju from India, I have known him since November of 2022, I believe. 2022 ഈ പറഞ്ഞ രാജു മണിക്കാലെ, ആന്ധ്രയിലെ രാജു മണിക്കാലെ ഞാൻ പരിചയപ്പെടുന്നത്. There is so much joy that rises up within us when we get to see one another. നമ്മൾ നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം അത് വളരെ അറിയിക്കാൻ പറ്റാത്തതാണ്. അത് വളരെ സന്തോഷം നൽകുന്നതുമാണ്. One body, one spirit, one faith, one baptism, one Lord. Yes. ഒരു ദൈവം, ഒരു സ്നാനം, ഒരു ആത്മാവ്, ഒരു ശരീരം. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചിന്താഗതി പോലെ തന്നെയാണ്. Amen. We are God's apostolic people. We love to advance, occupy, possess, and establish God's government in cities, regions, and nations. നാം ഏത് രാജ്യത്തായിരിക്കുന്നോ, ഏത് പട്ടണത്തിലായിരിക്കുന്നോ, ഏത് പ്രദേശത്തായിരിക്കുന്നോ ആ പ്രദേശത്തേക്കെയും ദൈവരാജ്യം എന്ന് പറയുന്ന സ്വർഗീയ ഗവൺമെന്റ് കൊണ്ടുവരാനും അവിടെ ആ സ്വർഗീയ ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് കാണിക്കുവാനും ഒക്കെ ആണ് നമ്മളെ ആക്കിയിരിക്കുന്ന ബോധ്യത്തിലാണ് നമ്മൾ ഇരുന്നത്. As we walk in unity, we create opportunity and build community. നമ്മള് ഏക മനോഭാവത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ദൈവിക പദ്ധതി വെളിപ്പെടുത്താനും കൂടെ എന്ത് ചെയ്യും സാധ്യമാകും. Okay. The worldwide body of Christ and all the global ministries gather together as community to bring the good news of Jesus worldwide. വേൾഡ് വൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിനകത്ത് നാം ലക്ഷ്യമാക്കുന്ന ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലായിടത്തേക്കും ദൈവരാജ്യത്തിന്റെ സുവിശേഷം കൃത്യമായി എത്തിക്കുക എന്നുള്ളതാണ് നാം വിഭാവനം ചെയ്യുന്ന കാര്യം. For those who joined us last time, we talked about the purpose, mission, and vision of WBC. കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തതോടെ ഞാൻ ഈ WBCയുടെ വിഷനും മിഷനും അതിന്റെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിന്റെ ആവശ്യകതയെ കുറിച്ചും ഒക്കെ നാം സംസാരിച്ചു. Brother Stanley on the Council of Elders, WBC, will help infer this to you, things we've talked about so far. ഈ WBC എന്ന കൗൺസിലിൻ എന്ന സംഘടനയുടെ ഇത്രയും രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സംഘടനയുടെ കൗൺസിലിൽ സ്റ്റാൻലി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തുറന്നുള്ള ഞാൻ തീരുമാനിച്ചില്ല, തുറന്നുള്ള ദിവസങ്ങൾ അദ്ദേഹം നിങ്ങളെ ബാക്കി കാര്യങ്ങളോട് എന്ത് ചെയ്യും പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. What I want to quickly say to you today is talk with you for a moment about
the apostolic covering of Christ. കർത്താവിന്റെ അപ്പോസ്തോലികമായ കവറിങ്ങിനെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് അല്പസമയം ചെറുതായിട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്, പറയുവാൻ താല്പര്യപ്പെടുന്നത്. In the beginning, God introduced one way method providing the flow of blessing, protection in our spiritual life. Okay, go ahead. I'll catch you. Okay. An apostolic covering is to be fully covered with the covering of Christ. കർത്താവിന്റെ അപ്പോസ്തലിക കവറേജ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലിക കവറേജ് എന്ന് പറയുന്നത്, കവറേജിന് എക്സാക്ട്ലി ഒരു മലയാളം എനിക്ക് കണ്ടെത്താൻ പാടാണ്, അതുകൊണ്ട് ആ വാക്കിന് ഉപയോഗിക്കാൻ. അപ്പോസ്തലിക കവറിംഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ ശുശ്രൂഷയുടെ മുഖത്ത് നമ്മളെ എന്ത് ചെയ്യാണ്, ദൈവിക പദ്ധതിയിൽ കൊണ്ടുപോകുന്ന ഒരു ക്രിയാത്മക ഒരു പദ്ധതി കൂടിയാണ്. ഓക്കെ, ഞാൻ അത് കുറച്ചുകൂടെ കാച്ച് ചെയ്ത് നെറ്റ്വർക്കിന്റെ പോലെ എനിക്ക് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കൂടിയാണ്. ഓക്കെ, ഗോ അഹെഡ്. There are many forms of leadership and government. It's a mixture of man's wisdom and Bible truth. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും മനുഷ്യന്റെ അറിവിലും ജ്ഞാനത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന വിവിധ തരം സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നമുക്ക് ഇടയിലുണ്ട്. Which brings a partial truth to the believer's life. ഓക്കെ, അതെല്ലാം തരുന്ന ഒരു ഭാഗികമായ എന്തുണ്ട് സത്യമുണ്ട്. അതായത് ഈ പറയുന്നതെല്ലാം ഒരു ഭാഗികമായ സത്യം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. People ask all the time, is WBC a covering? ഓക്കെ, ആളുകൾ ചോദിക്കുന്നത് അതുപോലെ ഒരു കവറിംഗ് ആണോ ഈ WBC കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആളുകൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു അപ്പോസ്തലിക് കവറിംഗ് ആണോ, അല്ലെങ്കിൽ മറ്റു സംഘടനകൾ പോലെയുള്ള കവർ, എന്താണ് ഈ WBC കൊണ്ട് ഉദ്ദേശിക്കുന്ന കവറിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. I thank God for each of our lives being covered with those who walk with us in love. നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്ന ഓരോ ആളുകളെയും ദൈവിക കരുതൽ, ദൈവിക പരിപാലനത്തിൽ ആ കവറിംഗിലായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Yes, a covering says we're not independent of each other, we're interdependent of one another. Right. ഈ കവറിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ആരും എന്തല്ല തനിയെ അല്ല, നമ്മുടെ മുകളിൽ നമ്മളെ കൈകാര്യം നമ്മളെ കരുതുന്ന, നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ളതാണ് ഈ കവറിംഗ് എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അർത്ഥമാക്കുന്നത്. As we point to Christ as our covering, we become one in his body today. ഓക്കെ, ക്രിസ്തുവിന്റെ കവറിംഗിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ കവറിംഗിന്റെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നാണ് ആ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. So the spiritual covering of Christ is a power dimension. ഓക്കെ, ഈ ആത്മീയ കവറിംഗ് എന്ന് പറയുന്നത് ഒരു ആത്മീക പ്രവർത്തനവും സംവിധാനവും കൂടിയാണ്. It's not only accountability, safety, and protection, but it's the source of spiritual power to advance God's kingdom today. ഈ ക്രിസ്തുവിന്റെ കരുതലിലാണ് അല്ലെ കവറിംഗിലാണ് നാം ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ പറയുന്ന ആരോഗ്യപരമായ സംരക്ഷണമോ അല്ലെങ്കിൽ ശാരീരികമായ സംരക്ഷണമോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ കവറിംഗിനകത്ത് നമുക്ക് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ആവശ്യമായ ആത്മീക സ്ട്രെങ്ത്, ആത്മീക ശക്തിയും കൂടെ ഇതിനകത്ത് ലഭ്യമാണ്. We're to have a full measure of spiritual covering and not just a partial covering. നമ്മള് ഏതെങ്കിലും ഒരു ഭാഗികമായ ഒരു ലക്ഷ്യത്തിൽ, ഭാഗികമായ ഒരു കാര്യപരിപാടിയിൽ പോകുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വളരെ കൃത്യമായ, വളരെ വിശാലമായ ഒരു സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. I want to encourage you, the full measure of covering is Christ in Christ alone and flows from his death, resurrection, and life. ക്രിസ്തുവിന്റെ ജീവിതവും മരണവും പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട ആ സത്യത്തിൽ ഊന്നിയ പൂർണ്ണമായ ഒരു കവറിംഗിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നാം ആഗ്രഹിക്കുന്ന, നാം വിവക്ഷിക്കുന്ന ഈ പറയുന്ന കവറിംഗ് എന്ന് പറയുന്നത്. WBC is not an organization. It is a kingdom fellowship, a coalition of kingdom leaders walking in love one to another. Okay. ഈ WBC എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസന്റ് ചെയ്യുന്ന ഈ സംവിധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമല്ല, മറിച്ച് ഇപ്പൊ നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞ IPC പോലെയോ ചർച്ചകോട് പോലെയോ അസംബ്ലീസ് കോഡ് പോലെയോ ഒന്നുള്ള ഒരു സാധനമല്ല, മറിച്ച് ദൈവ സ്നേഹത്തിൽ ഊന്നി കർത്താവിന്റെ സ്നേഹത്തിൽ വളരുന്ന, ഒന്നായി പോകുന്ന ലീഡർമാരുടെയും നേതാക്കന്മാരുടെയും സുവിശേഷകന്മാരുടെയും ദൈവരാജ്യത്തിന്റെ വക്താക്കളുടെയോ ഒരു കൂട്ടായ്മയാണ് കൃത്യമായി ഈ WBC എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ ഒരു പേപ്പർ സംഘടനയായിട്ടല്ല ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. WBC functions in relationship, not out of organization, as we have a spiritual
council of elders working together as one, just like the book of Acts from Jerusalem. യെരുശലേമിലെ കാര്യപരിപാടികളെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം നാം വായിക്കുന്ന പോലെ തന്നെ കർത്താവിന്റെ ശിഷ്യന്മാരായ നമ്മൾ അല്ലെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം അധ്വാനിക്കുന്ന നമ്മളൊക്കെ സ്നേഹത്തിൽ ഒന്നായി നിൽക്കുകയും സംഘടനകൾക്ക് വിരുദ്ധമായിട്ട് ആത്മാവിൽ സ്നേഹത്തിൽ ചേർന്ന് പണിയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ വീക്ഷിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സംഘടനയുടെ ലേബലിലല്ല പോകുന്നത്, മറിച്ച് സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ പദ്ധതിയെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. Listen very carefully. WBC is not hierarchy. WBC എന്ന് പറയുന്നതല്ല ഹയറാർക്കി എന്ന് പറയുന്നതല്ല, അതല്ല ഏറ്റവും അവസാനത്തെ വാക്ക് അല്ലെങ്കിൽ മുകളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ അധികാര സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഗോ ഹെഡ്. It is on a foundation of a plurality of eldership working together, submitting gifts one to another to bring the mind of Christ to the world. ക്രിസ്തുവിന്റെ മനോഭാവം, ക്രിസ്തുവിന്റെ മനസ്സ് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രകടിപ്പിക്കുവാൻ ആവശ്യമായ സ്നേഹത്തിലും സഹോദര്യത്തിലും അതുപോലെ തന്നെ ഫെലോഷിപ്പിലും മുമ്പോട്ട് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതിലുപരിയായിട്ട് നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനം ഒന്നുമല്ല ഈ പറയുന്ന WBC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒരു ലേബലിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലുള്ള ലോകത്തിന്റെ ഇപ്പോഴുള്ള മിനിമം ഒരു 30-35 രാജ്യങ്ങളിലുള്ള സുവിശേഷകന്മാരെ കാണാനായിട്ടും അവരുമായിട്ട് സംസാരിക്കാനായിട്ടും അവരുമായിട്ട് വേദോത്സവം ചർച്ച ചെയ്യാനായിട്ടും അവരുമായിട്ട് ബന്ധം പുതുക്കാനായിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് അവരോട് ഇങ്ങോട്ട് വരാനോ അവരെ കാണാനോ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കാനോ ഒക്കെയുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ആണ് ഇവിടെ തുറന്നു കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അദ്ദേഹം പറഞ്ഞതിന് കുറച്ചുകൂടെ ഞാൻ എന്റെ അനുഭവം ഞാൻ കയറ്റിയിട്ട് പറഞ്ഞാണ്. ഓക്കെ, ഗോ ഹെഡ്. Council of Elders, yes, gives counsel, advice, recommendations, all born out of relationships. ബന്ധത്തിൽ ഊന്നിയ എന്താണ് കൗൺസിലിംഗ്, അതുകൂടാതെ തന്നെ നമ്മുടെ ഉപദേശങ്ങള്, പഠിപ്പിക്കലുകള്, സഹകരണങ്ങള്, ഇങ്ങനെയൊക്കെ എല്ലാം ഏതിനകത്തുണ്ടായിരിക്കും? ഈ പറയുന്ന ഈ ബോഡിക്കകത്തുണ്ടായിരിക്കും. And God's word, 2 Timothy chapter 3 verses 16-17, this is echoed in the book of Acts chapter 15. Okay, got the reference. Okay, go ahead. Okay. A spiritual counseling, most of all, makes sure that there's a perpetual increase in the kingdom of God, your ministry given to you by God to advance his kingdom in the world today. ഈ വർത്തമാന കാലത്ത് ദൈവരാജ്യത്തിന്റെ കൃത്യമായ ഒരു വിശാലത നാം ആയിരിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ ഉണ്ടാകണമെന്നുള്ളത് കൃത്യമായ ദൈവവചനം അനുശാസിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം എന്ന് പറയുന്നതും ദൈവരാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും ഒക്കെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വിവക്ഷയും കൂടിയാണ്. That's right. God has given each one of us a ministry with a sword to wield to bring in the harvest today. But together we lay down the sword and become one to serve the purpose of Christ. ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, അത് പൂർത്തീകരിക്കാനായിട്ട്, അത് സ്ഥാപിച്ചെടുക്കാനായിട്ട്, അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ആത്മാവിൽ ഒന്നായി നിൽക്കുകയും പണിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ അതാണ് വിവക്ഷിക്കുകയും ചെയ്യുന്നത്. We thank God for those elderships who are walking together as one, hearing the voice of God, just like you, to follow the directions of the Holy Spirit. നിങ്ങളെ പോലെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന, ഇതിനോട് തോളോട് ചേർന്ന് നിൽക്കുന്ന മറ്റനവധി ആളുകളും ഒക്കെ നമുക്ക് ഈ കൂട്ടായ്മയിൽ കാണാനായിട്ടുണ്ട്. So WBC is a worldwide body of Christ advancing God's Christ-like culture to the world today of love. നമ്മൾ ഇതുകൊണ്ട് വിവക്ഷിക്കുന്ന അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ആ സംവിധാനത്തിനകത്ത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരെന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവരാജ്യത്തിന്റെ കൾച്ചർ, ദൈവരാജ്യത്തിന്റെ സംസ്കാരം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ സംസ്കാരം ഇതാണെന്ന് അത്രയും കുലീനമായി സംസ്കാരത്തെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാനും ഒക്കെയുള്ള വക്താക്കളായിട്ടാണ് നമ്മളെ ഓരോ രാജ്യത്തും ദൈവം നിർത്തിയിരിക്കുന്നത്. I encourage you today, there is no fear in God's perfect love. ദൈവത്തിന്റെ പൂർണ്ണമായ സ്നേഹത്തിനകത്ത് ഭയം എന്ന് പറയുന്ന ഭയത്തിന് സാധ്യതയില്ല.
as we walk in love one to another, and all mankind, God's kingdom is advanced in cities, regions, and nations of the world. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതോടൊപ്പം, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും, ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും, സംസ്ഥാനങ്ങളിലും, പട്ടണങ്ങളിലും ഈ സുവിശേഷം എത്തുകയും അത് ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. Yes. The world will know Jesus by the love we have one to another and to all mankind. ലോകം നമ്മളെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവിനെ കാണുന്നത് അല്ലെ കർത്താവിന്റെ പ്രവൃത്തിയെ കാണുന്നത് അല്ലെ ദൈവരാജ്യത്തെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോഴാണ് ദൈവരാജ്യത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത് ആളുകൾ മനസ്സിലാക്കുന്നത്. നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ, നമ്മൾ തമ്മിലുള്ള സ്നേഹം, നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ കാണുമ്പോഴാണ് ലോകത്തിന് സുവിശേഷം എന്ത് ചെയ്യുന്നത് ബോധ്യമാകുന്നത്, ആ സംസ്കാരം ബോധ്യമാകുന്നത്. Yes. Jesus' love for us compels us and advances us together as one to represent him to the world today. യേശുവിന്റെ സ്നേഹം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വക്താക്കളായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തിയട്ടെ മുമ്പോട്ട് പോകാൻ സഹായകരമാകട്ടെ. Each one of us has experienced the extravagant love of Christ, and that's how we start to love one another. ക്രിസ്തുവിന്റെ ഒരിക്കലും മനസ്സിലായി നമുക്ക് മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത അത്രയും അളവറ്റ സ്നേഹത്തെ നാം അനുഭവിച്ചവരാണ്. അതുതന്നെയാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. Yes, love never fails. So today on this Zoom today, all of us stand together in love and hold on and grip each one of our lives to expand the kingdom of God worldwide. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം എത്തിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്തുകൊണ്ട് ഏക മനസ്സോടെ, ഏക ശരീരത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. Again, our purpose is to show the world that Jesus is Lord by the love we have for one another. നമുക്ക് നമ്മുടെ കൂടെ ഉള്ള മറ്റൊരുത്തിനോട് നമ്മുടെ സഹവിശ്വാസത്തിലുള്ള നമ്മുടെ സ്നേഹം അത് സ്വാഭാവികമായിട്ടും പ്രകടിപ്പിക്കേണ്ടതാണ്. അതിൽ കൂടെയാണ് കർത്താവിന്റെ സുവിശേഷം വെളിപ്പെടുത്തേണ്ടത്. Thank you for your love today to be here together with us today. ഇന്ന് രാത്രി നമ്മോടൊപ്പം നിങ്ങൾക്ക് ആയിരിക്കാൻ നിങ്ങൾ എടുത്ത ഈ എഫേർട്ടിന്, നിങ്ങൾ ചെലവഴിച്ച സമയത്തിന് ഞാൻ നന്ദി പറയുന്നു. Let me pray quickly before we continue for each one of us. Father, in the name of Jesus, I thank you for the power you've given us, for the light upon each path. And Father, you will raise up and accelerate every ministry today on this screen. You will reach every nation, every city, and regions will be formed according to your government to possess, occupy land, and establish your free government, that the quality of life will be increased because your kingdom is being advanced. And Father, we thank you for the ever-increasing kingdom of God today in the name of Jesus. Amen. 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 Hallelujah. Thank you. Thank you, man of God. Thank you. Comments, questions, Stanley is fine. Yeah, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ, Kiran, if you have any questions to be asked, you can you have the freedom to ask. And Mr. Sam also has got the freedom to ask questions. If Raju Manikala, still you have the freedom to ask. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിങ്ങനെ 2-3 ആഴ്ച ഇങ്ങനെ പോകും, ഇങ്ങനെ അത്യാവശ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ പുസ്തകം തുറക്കുകയുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനായിട്ട് സമയത്ത് വേർതിരിക്കും. Go ahead. What is the full form of WBC? Worldwide Body of Christ. Worldwide Body of Christ. One word. Worldwide Body of Christ. One word, worldwide. Yeah. Okay, thank you. അതൊറ്റ വാക്കാണ് worldwide. അറിയാലോ, ഞാനത് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രം. Let them know there's a website, worldwidebodyofchrist.com, if they have internet. Okay. നിങ്ങൾക്ക് thank you. വെബ്സൈറ്റിൽ കയറി നോക്കാം. worldwidebodyofchrist.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ബാക്കി വിവരങ്ങൾ കിട്ടും. Okay. All nations, countries, and states are listed there with the ministries who are walking together as one. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള സുവിശേഷകന്മാരുടെ ഡീറ്റെയിലും അവരുടെ സഭകളെ കുറിച്ചുള്ള ഡീറ്റെയിലും ഒക്കെ ആ വെബ്സൈറ്റിൽ കയറിയാൽ
കിട്ടും. നമ്മൾ നമ്മുടെ ഡീറ്റെയിലോട് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഡാറ്റ അടുത്ത ദിവസം കളക്ട് ചെയ്യാൻ കൊടുക്കാം. ഇത് കൂടെ ലഭ്യമാകുന്ന എപ്പോഴും പറയാണ്, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഒരിക്കലും അറിയാത്ത ഒരുപറ്റം ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവരുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാനുള്ള, കണക്ട് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള, ആശയവിനിമയം നടത്താനുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നത്. Pastor, I'm just trying to explain you in English. You've heard the website name. You can go through it, and we are trying to collect the data to be submitted so that maybe in the days to come we will find our details also in the website. Okay, and really it's a platform for like-minded men of God from across the world. So it means that you are coming to an international body where you have a lot of brothers and sisters worldwide. Yes. There is also a WhatsApp, India WhatsApp group for ministries of India, for the country or the nation, as well, that you can be involved with to interact, but learn each other more and more, walk together and become more one. Beautiful. Okay, thank you. And Pastor Kiran, actually what we are trying to do, actually we have, there are some meetings scheduled in different nations. Actually in Kenya, there is an international program is coming up. I don't know when it's going to be. And some other nations also getting ready to host physical meetings. In the same sense, we are also planning to have a meeting by October or November in India. Okay, so we can plan 2 days there in Andhra Pradesh and 2 days in Kerala or something, or 3 days, something like that. So before that, try to get our friends and reliable, like-minded, committed people into the body, so that we will be having enough time to learn the scripture, develop our contacts, and do something for the kingdom in a positive way. That you have to try and do that by next 1 or 2 meetings. You can bring your people and let them also have this fellowship, into their spiritual life. So നമ്മൾ പ്ലാൻ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ. നമ്മൾ നവംബർ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. കെനിയയിൽ ഒരു ഇന്റർനാഷണൽ മീറ്റിംഗ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് ഞാൻ പോയതാണ്. ഈ വർഷത്തെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാനും അലനുമാണ് അവിടെ സംസാരിച്ചത്. ഒരു വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. വലിയൊരു ക്രൂസൈഡും ഒക്കെ ആയിട്ട് നടന്ന ഒരു പകലിലെ പാസ്റ്റർമാരുടെ ഫെലോഷിപ്പ് ഒക്കെ ആയിട്ട്. I think in the Kenya, I think last time it was around 300-500 പാസ്റ്റർമാർ തന്നെ ഉണ്ടായിരുന്ന വലിയ മീറ്റിംഗിലായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ കെനിയയിൽ ഒരു മീറ്റിംഗ് ഈ വർഷം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നവംബർ ഒരു ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്യണം. 2 ദിവസമോ 3 ദിവസം ആന്ധ്രയിലും, ഒരു 2 ദിവസം 3 ദിവസം ഇവിടെയും കൂടിയാണ്. അപ്പൊ ഇനി നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ട് നമ്മളോട് നിൽക്കുന്ന കുറച്ച് ആളുകളെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും we will go for Zoom. Every week we will have our Zoom for India, and those who are interested to join in any other Zooms for other countries also, if your time is fitting according to the schedule, you do that. So there are രണ്ട് കാര്യം വെച്ചാൽ ഇന്റർനാഷണൽ മീറ്റിംഗ്സ് പലതും നടക്കുന്നുണ്ട്. പ്രശ്നം വെച്ചാൽ ഇനിയിപ്പോ അടുത്ത് നമുക്കിപ്പോ രാവിലെയാണ്, അടുത്ത മീറ്റിംഗുകളെല്ലാം രാത്രി 12 മണിക്ക് 1 മണിക്കും ഒക്കെയാണ് വരുന്നത്. അപ്പം അതിനകത്ത് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്തിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം സമയം വെച്ച് എപ്പോഴും നടന്നു വരില്ല. പക്ഷെ എവറി വീക്ക് നമുക്ക് ഒരു സൂം എന്ത് ചെയ്യാം, നമുക്ക് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകാം. ഒരു ഫിസിക്കൽ മീറ്റിംഗ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. Okay, fine. I have explained them in our language. Thank you, Jesus. I want to say that actually continue mentorship is good for us. So actually I waited few months. It's like a quiet. So I prayed to God for the open doors. So last time I tried to join, but because of the password problem, I could not join. And continually having this fellowship is good, Pastor. That's right. Great. Look forward to the days ahead. There'll be more communications with Raju from India, as well as Stanley. We will keep you upgraded or posted what's happening. But again, we will do these Zooms frequently with the nation of India. Yes, sir. Amen. Yes. But continually pray for this nation. And as we have some hardness to reach out to do ministry here. Yes. So we need your prayers. That's all, to reach out the lost soul. Hallelujah. Glory to God. You are also encouraged to join other Zooms. We will let you know what they are. Conversations with the Word of God, with every nation, as Stanley was saying, as much as even dialogue after international teachings together with WBC
to mentor, to help you, and to really bring us to maturity, to perfection of Christ. I thank God for that. Right. Amen. Amen. രസകരമായ കാര്യം വെച്ചാലേ ഇതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ ആളുകളുണ്ടായിരുന്നു, മറ്റ് പല രാജ്യങ്ങളിലെ ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിൽ ഉള്ള ആളുകൾക്കൊക്കെ നമുക്കിപ്പോ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി നൈജീരിയയിലോ കെനിയയിലോ ഉഗാണ്ടയിലോ റുവാണ്ടയിലോ പോയി ഫ്ലൈറ്റ് എടുത്ത് പോയി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രവചനം എന്തായാലും ജേക്കബ് പാസ്റ്ററുടെ മേത്തും അജേഷിയുടെ പുറത്തും തങ്കച്ചൻ പാസ്റ്ററുടെ മുഖത്തും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ജോൺ പാസ്റ്ററുടെ മേത്തും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലോകത്തിലെ വിവിധ ജാതികളോടും ഭാഷക്കാരോടും സംസാരിക്കാൻ ദൈവം വേദി ഒരുക്കുമെന്ന് പറഞ്ഞാൽ കർമ്മനൊക്കെ വിളിച്ച് 4 വർത്താനം പറയാനുള്ള സാധ്യതയും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ സംഭാഷണം നമുക്ക് തകർക്കാം അങ്ങോട്ട്. ഞാൻ തന്നെയായിരുന്നു എല്ലാം പയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ അധികാലം ഈ വണ്ടി ഓടിയില്ലെങ്കിൽ വേറെ ആൾക്കാരും വേണ്ടേ. അങ്ങനെയല്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ മൈൻഡുകാരാണ്. അപ്പൊ വിചാരിച്ചു എന്നെ ഈ പുള്ളി വിടുന്നേ ഇല്ല, പുറകെ നടക്കുക. ഞാൻ പറഞ്ഞു അണ്ണാ അങ്ങനല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം, ഞാൻ ഒരു കാര്യം ഈ വർഷം ചെയ്യാം, ഞാൻ മെനക്കെടാന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇതെല്ലാം തള്ളിക്കൂട്ടി എടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വേദിയാണ് പുതിയ കോൺടാക്റ്റുകൾ എടുക്കാനും ആളുകളുമായിട്ട് സംസാരിക്കാനും ദൈവവചനം ശുശ്രൂഷിക്കാനും. ഇപ്പൊ അടുത്തൊരു സൂമില് നമുക്ക് പറയണം ഒരു കാര്യം ചെയ്യാം, അടുത്ത സൂമിൽ ഇന്ന കാര്യത്തെ കുറിച്ച് സാമ്പാഷ് ഒരു അരമണിക്കൂർ സംസാരിക്കുക കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കണം. നിങ്ങൾക്ക് കേൾവിക്കാര് എടത്തനാട്ടുപടിയിലോ അല്ലെങ്കിൽ മല്ലപ്പള്ളിയിലുള്ള ആൾക്കാരല്ല, ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മറ്റു ഭാഷക്കാരും ജാതികളും മറ്റു കളറിലുള്ള നമ്മുടെ സഹോദരന്മാർ തന്നെ, ഇച്ചിരി കറുപ്പൊക്കെ ഉള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ഉണ്ടാകുന്ന കാര്യം വലിയ സന്തോഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത് പ്രാർത്ഥിക്കുന്നു. Amen. Glory to God. Thank you. സാറേ, ഇതൊരു നമുക്കൊരു വീക്ക്ലി ഒരു 1 day ഓർ മന്ത്ലി ഒരു ദിവസം ഫിക്സ് ആയിട്ട് മന്ത്ലി ഓർ വീക്ക്ലി പ്രോഗ്രാം നമ്മൾ ഒരു ഡേ ഫിക്സ് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ആ ദിവസം സെപ്പറേറ്റ് ചെയ്ത് വെക്കാമല്ലോ മറ്റു പ്രോഗ്രാം. Yes, Pastor Alan, what he was trying to say that if you can fix a particular day in a week, if it's going to be Monday, then Monday. It's going to be Tuesday, it's Tuesday, and the date and time, the day and day, time is fixed. Then people can keep that particular time free from any other commitments to come into the Zoom. Very good. Actually, all of them are into different commitments and engagement, so that we can either fix Monday or whatever looks good for us. Just announce it by next week, and we'll continue with that. Yes, അത് നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. Yeah. Stanley, set Monday. The same time is fine. Okay, Monday ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച 8:30 തന്നെ എന്ത് ചെയ്യാം, തിരിക്കാം. Okay. Okay. Yeah. Glory to God. So Stanley is on the WBC Council of Elders. Raju is helping us administrate India, the ministries together. So you'll be hearing from both of those in this. As we start to close, thank you for your time tonight. I know it's getting late for you. Get some rest. Yes. But I'm going to ask Brother Raju. We can all pray and we could spend hours in corporate prayer. But I want to close asking Raju if you would pray, brother, for this time together and for the ministries of India, if you would want to do that. Okay, sir. Amen. രാത്രിയിലെ കാര്യം യോഗ അവസാനിപ്പിക്കാനായിട്ട് പാസ്റ്റർ രാജുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു ചെറുതായ പ്രാർത്ഥനയോട് ഇന്നത്തെ രാത്രിയിലെ കൂട്ടായ്മ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. അടുത്ത ആഴ്ച തിങ്കളാഴ്ച രാത്രി 8:30 the same time next week Monday we will be connecting again and we'll be going a little more deeper in the next week. Till then, may God continue to increase you, bless you, and keep you safe. And now Pastor Raju Nikala will close this session with a word of prayer. Thank you. Hallelujah, 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 hallelujah. Thank you, Lord, for this wonderful time that you've given to us this Monday evening here. Hallelujah. As a body of Christ, we all gather together here, Lord. Hallelujah. To know each other. Thank you, Lord, for this wonderful platform, Lord, here. Hallelujah. We are really joined here, Lord. Hallelujah. From different parts of these nations, Lord. Hallelujah. Lord, as I am praying for many months and many years, I am praying for the good connection from Kerala, so that, hallelujah, as you, hallelujah, open the doors through this ministry, Lord, to know each other, Lord. Hallelujah. Bless this, hallelujah, ministry. Hallelujah. WBC, Lord. Hallelujah. Oh, Rikaba Shenderia Sikaraba. Hallelujah. I speak open doors in the mighty name of Jesus Christ. Hallelujah. So that we can grow in you, Lord. Grow in the word of God, Master. Hallelujah. Thank you, Lord, for protecting us all this day. And as we are decided to join together here in every Monday evening, help us, Lord, to join
and give us the strength to open our eyes and open our heart to understand the scripture, Lord. Hallelujah. Thank you, Jesus. Hallelujah, for everything. And hallelujah, we had the wonderful man of God, Stanley Simon. Thank you, Lord, for through him we could all know each other, Lord, in this platform. And I pray for Alan, sir, and all the ministry partners and prayer warriors and the elders in this ministry, Lord, all the apostles and in the body of Christ, Lord. Hallelujah. And Lord, help us and give us your strength to know more about you and grow in you, and so that we can have the cover in you, Lord. Everything I submit into the mighty hand, and give us good night rest, so that early morning we can wake up and we will move forward into your mighty ministry. Everything I submit into the mighty hand, and I'm asking in the name of Jesus Christ, who risen up from the dead. Amen and amen. 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 Okay. Again. All right. Okay.